ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചക്കടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ചക്കട ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. സാധാരണ എല്ലാവരും അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ചക്കടയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു കപ്പോളം ചക്ക പഴുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഏലക്കായ ഒരു 3 എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം, ചെറുജീരകം, പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചക്കടയിൽ ഇച്ചിരി മധുരം കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ചക്ക ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 വിസിൽ വന്നപ്പോഴേക്കും നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചെറുജീരകവും പിന്നെ നമ്മുടെ ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മാവ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മളിവിടെ 1.5 ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുകയാണ്. അതിലെന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പൊടി നമ്മളിവിടെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്ക അവിടെ വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം അതിൽ വേണം, ഫുള്ള് വറ്റിച്ചെടുക്കരുത്. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മാവിലേക്ക് അത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലുള്ള വെള്ളമടക്കം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നാളികേരം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം അതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തും. നമ്മൾ ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ വേറെ ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ചക്കടയാകുമ്പോൾ ആ ചക്കടയുടെ അതേ ടേസ്റ്റിൽ നമ്മൾ കഴിക്കണം. അല്ലെങ്കിൽ അത് സാധാരണ അട പോലെ ആവില്ലേ. അത് കാരണം നമ്മളിതിൽ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല. നമുക്കിവിടെ വാഴയില കിട്ടാത്ത കാരണം ഈ ഒരു ഇലയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരത്തുന്ന സമയത്ത് കൈ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളത്തിലൊന്ന് നനച്ചെടുത്ത ശേഷം, കൈയൊന്ന് നനച്ച ശേഷം ഇതുപോലെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരത്താനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവി കയറ്റാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഈ അട കഴിക്കുമ്പോൾ നമുക്ക് ചക്കയുടെ അതൊരു ഫീലിംഗ് കിട്ടും കേട്ടോ. പിന്നെ അരിപ്പൊടി കൊണ്ടല്ലെങ്കിലും ഈ അട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.